നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് കാർ ഡ്രൈവിങ്ങിലെ നിങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്. എല്ലാവരും തന്നെ ഒരു വാഹനം പഠിക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ തന്നെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ്, എനിക്ക് വാഹനം ഒറ്റയ്ക്ക് ഓടിച്ചുകൊണ്ട് പോകണം, ഏത് സാഹചര്യത്തിലും ഞാൻ ആഗ്രഹിക്കുന്ന ഏത് സ്ഥലത്തും എനിക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകണം. എന്നാൽ കുറേയധികം ആൾക്കാർ ഇതിൽ സക്സസ് ആകും, കുറേയധികം ആൾക്കാർ അതിനകത്ത് ഫെയിലായും പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കാർ ഓടിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് കാർ ഓടിക്കാനായിട്ട് ധൈര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. നിങ്ങൾക്ക് ധൈര്യം പൂർണ്ണമായിട്ട് ലഭിക്കാനും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഈ ധൈര്യം ഇല്ലാതെ വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മിസ്റ്റേക്കുകൾ വരുന്നത് കൊണ്ടാണ്. ആ മിസ്റ്റേക്കുകൾ ഒഴിവാക്കിയിട്ട് വാഹനം സ്വയം ഓടിച്ചു പോകാനായിട്ടുള്ള ചില കിടിലൻ ട്രിക്കുകൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കാം, ധൈര്യമായിട്ട് വണ്ടി ഓടിക്കാം, അപകടങ്ങൾ സംഭവിക്കാതെ വണ്ടി ഓടിക്കാൻ കഴിയും. പക്ഷെങ്കിൽ ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്ന ട്രിക്കുകളും ടെക്നിക്കുകളും നിങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ കണ്ടു കേട്ട് വീഡിയോ നിങ്ങൾ തീർക്കരുത്. നിങ്ങൾ കണ്ടു കേട്ടതിന് ശേഷം എന്ത് ചെയ്യണം, ഇത് കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതിന് വളരെ പ്രധാനപ്പെട്ട ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ശ്രദ്ധിച്ച് കാണുക. വണ്ടി ഓടിച്ച് തന്നെ നിങ്ങളുടെ പേടി ഇപ്പോൾ ഞാൻ മാറ്റിത്തരുന്നതാണ്. ഓക്കെ, ഇതിൽ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് വാഹനം ഓടിച്ചു തുടങ്ങുന്ന സമയം, ഓക്കെ, ഒരു ബിഗിനർ ഓടിച്ചു തുടങ്ങുന്ന സമയം നിങ്ങൾക്ക് വണ്ടിയെക്കുറിച്ച് അത്യാവശ്യം ധാരണയുണ്ട്, ലൈസൻസ് ഉണ്ട്, വണ്ടി ഓടിക്കും, ഒരു ബേസിക് ഉണ്ട്. പക്ഷെങ്കിൽ പേടിയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒറ്റയ്ക്ക് വണ്ടി എടുക്കുക എന്നുള്ളതല്ല. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ ഒരു 5 ദിവസം നിങ്ങൾ ഓർക്കുക, ആദ്യത്തെ ഒരു 5 ദിവസം വണ്ടി നന്നായിട്ട് ഓടിക്കാൻ അറിയാവുന്ന ഒരാളെ കൂട്ടത്തിലിരുത്തി രാവിലെ ഏകദേശം ഒരു ഒത്തിരി തിരക്കില്ലാത്തൊരു സമയം, ഒരു 6:30 മുതൽ ഒരു 7:30 വരെ, അല്ലെങ്കിൽ ഒരു 6 മുതൽ 7 വരെ ഒരാളെ കൂട്ടത്തിലിരുത്തി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ആദ്യത്തെ 5 ദിവസം. ഓക്കെ, അപ്പോൾ ഈ 5 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യവും അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ വാഹനം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ആദ്യത്തെ 5 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഒരു വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കാല് ബ്രേക്കിലാണ് ആദ്യം വെക്കണത്. എപ്പോഴും ഓർക്കുക, അപകടം ഒഴിവാക്കാനായിട്ട് നമ്മൾ ബ്രേക്കിൽ കാല് വെക്കുക. കാരണം നമ്മുടെ വണ്ടി ഒരു ചെറിയൊരു കയറ്റത്തോ അല്ലെങ്കിൽ ചെറിയൊരു സ്ലോപ്പിലാണെങ്കിൽ നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് വണ്ടി ഗിയറിൽ നിന്ന് പെടുത്ത മാറി വണ്ടി ഉരുണ്ടു പോകും, ഏതെങ്കിലും ഒരു സ്ലോപ്പിലാണ് കിടക്കുന്നതെങ്കിൽ. അപ്പോൾ ആദ്യം ബ്രേക്കിലേക്ക് ചവിട്ടുക, പിന്നെ എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടണം. ഓക്കെ, പിന്നെ ഹാൻഡ് ബ്രേക്ക് കിടക്കുന്നത് കൊണ്ട് അപകടം ഉണ്ടാകത്തില്ല, എന്നാൽ പോലും ബ്രേക്കിൽ നമ്മൾ സേഫ്റ്റിക്ക് ബ്രേക്ക് ചവിട്ടുക, എന്നിട്ട് ക്ലച്ച് ചവിട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ വാഹനത്തിൻ്റെ കീ ഓൺ ആക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ബ്രേക്കേ വരുന്നു, ക്ലച്ച് ചവിട്ടി വാഹനം സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റ് ഗിയറിലാണെന്ന് കറക്റ്റായിട്ട് ഉറപ്പ് വരുത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഹാൻഡ് ബ്രേക്ക് ഓഫ് ആക്കി എന്ന് ഉറപ്പ് വരുത്തുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് അപകടം ഒഴിവാക്കാനായിട്ട് ആദ്യം വാഹനം എടുക്കുമ്പോൾ അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക. കാരണം നമുക്ക് സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ നമ്മളുടെ വാഹനം ഇതുപോലെ റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോ ആയിരിക്കും നമ്മളുടെ വാഹനം പാർക്ക് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ പാർക്ക് ചെയ്തൊരു വാഹനം നമ്മൾ റോഡിലേക്ക് എടുക്കുന്ന സമയത്ത് അപകടം ഉണ്ടാകാതിരിക്കാനായിട്ട് മുൻവശവും പിൻവശവും നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ്, സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നിലേക്കുള്ള ശ്രദ്ധ പല ആൾക്കാർക്കും പോകും. അപ്പോൾ എന്ത് ചെയ്യണം, മുന്നിലേക്ക് പോകുന്നതിൻ്റെ ഇരട്ടി ശ്രദ്ധ പിന്നിലേക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് നൽകും. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് നിങ്ങളുടെ സെൻറ്റർ മിററും ലെഫ്റ്റ് മിററും റൈറ്റ് മിററും കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ വാഹനം എടുക്കുന്നതിന് മുന്നേ ലെഫ്റ്റും റൈറ്റും സെൻറ്റർ മിററിലൂടെ പുറകിൽ നിന്ന് വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ വാഹനം എടുക്കാനായിട്ട് ശ്രമിക്കണം. ഇനി എടുക്കുമ്പോൾ പല ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമാണ്, വാഹനം മുന്നോട്ട് എടുക്കാനായിട്ടുള്ള ഒരു താമസം വരും. ആ താമസം വരുമ്പോൾ എന്ത് ചെയ്യും, പുറകിൽ നിന്നായിരിക്കും പെട്ടെന്ന് വണ്ടി വരുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ബ്രേക്കേ കാല് വെക്കുക, ക്ലച്ചേ വെച്ചേക്കുക, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് വാഹനം നീങ്ങുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക. അപ്പോൾ നമുക്ക് വാഹനം നീങ്ങാനായിട്ടുള്ള പോയിന്റിൽ വന്ന് ബ്രേക്കിൽ നിൽക്കുകയാണ്. അപ്പം കറക്റ്റായിട്ട് നീങ്ങുന്ന പോയിന്റിൽ വന്ന് നമ്മൾ ഇടത്തേക്കാൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുക. എന്നിട്ട് നമ്മൾ റൈറ്റ് മിററും ലെഫ്റ്റ് മിററും സെൻറ്റർ മിററും നോക്കുക, പുറകിൽ നിന്ന് വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ ഇൻഡിക്കേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത്
പെട്ടെന്ന് ചെറിയൊരു ആക്സിലറേഷൻ കൊടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ വാഹനത്തെ ഇതുപോലെ റോഡിലേക്ക് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ തുടക്കത്തിൽ എന്ത് ചെയ്യണം, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് കറക്റ്റ് ലെഫ്റ്റ് റൈറ്റ് മിറർ നോക്കി പുറകിൽ നിന്ന് വാഹനം വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി പെട്ടെന്ന് വണ്ടി എടുക്കുക. അപ്പം നിങ്ങൾക്ക് പുറകിൽ നിന്ന് ഒരു വണ്ടി വന്ന് തട്ടുമോ എന്നുള്ള പേടി നിങ്ങൾക്ക് മാറ്റിക്കൊണ്ട് സ്വയമായിട്ട് ആദ്യത്തെ ഡ്രൈവിംഗ് മിസ്റ്റേക്ക് നമുക്ക് ഒഴിവാക്കി വാഹനം എടുക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക, ഈ പോയിന്റ് കൃത്യമായിട്ട് പാലിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം, കൃത്യമായിട്ട് നിങ്ങൾ സ്റ്റിയറിംഗ് ബാലൻസിനാണ് ഇനി ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ ആക്സിലറേഷൻ കൊടുത്തു, ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയറിൽ തന്നെ സ്റ്റിയറിംഗ് ബാലൻസിന് ഇനി ഡ്രൈവിങ്ങിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. അതായത് ഗിയർ ഷിഫ്റ്റിങ്ങിന് രണ്ടാമത് ശ്രദ്ധ കൊടുത്താൽ മതി, കൂടുതൽ ശ്രദ്ധ സ്റ്റിയറിംഗ് ബാലൻസിനായിരിക്കണം. ഒരു കാരണവശാലും നടുക്കോട്ട് വണ്ടി പോകാനായിട്ട് നിങ്ങൾ സമ്മതിക്കരുത്, പരമാവധി സ്റ്റിയറിംഗിലേക്ക് ശ്രദ്ധ കൊടുക്കുക. അപ്പം നിങ്ങൾ പല ആൾക്കാരും പറയും എനിക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടുന്നില്ല. അതിൻ്റെ കാര്യം എന്താണ്, നമ്മുടെ ഡ്രൈവിങ്ങിലെ മറ്റു പല കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുമ്പോഴാണല്ലോ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കൂടുതൽ സ്റ്റിയറിംഗ് കറക്റ്റായിട്ട് എപ്പോഴും റോഡിൽ സ്റ്റഡി ആണെന്ന് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ അടുത്ത ഗിയർ ഷിഫ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ജസ്റ്റ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് നൽകുക. ഒരു 10 കിലോമീറ്ററിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ വേഗതയിലേക്ക് എത്തിയിട്ട് നിങ്ങൾ സെക്കൻഡ് കൊടുക്കുക. ആക്സിലറേഷൻ കൊടുക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, റോഡ് സ്ട്രെയിറ്റ് ആയി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, കണ്ടോ, എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന റിലീസ് ചെയ്തു. അപ്പം നമുക്ക് കറക്റ്റ് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനും സ്ട്രെയിറ്റ് റോഡ് ആയതുകൊണ്ട് തന്നെ ഗിയർ ഇടുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ പോകത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യണം, പിന്നീട് നമ്മൾ കൂടുതൽ ശ്രദ്ധ എങ്ങോട്ട് വരിക, സ്റ്റിയറിംഗിലേക്ക് തന്നെ വന്ന് വാഹനം ഓടിക്കുക. സെക്കൻഡ് ഗിയറിലിട്ട് വരെ നിങ്ങൾ ഫസ്റ്റ് ഡേ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുക. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് നല്ലൊരു നിരപ്പ് റോഡ് വന്നു, ഒരു നല്ലൊരു കോൺഫിഡൻസ് ലഭിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യുക, തേർഡ് ഗിയർ ഇട്ട് കൊടുക്കുക. അതിനു മുന്നേ വരെ നിങ്ങളുടെ മനസ്സ് പറയാണ് സെക്കൻഡിൽ തന്നെ പോയാൽ മതി എന്ന് ആണ് പറയുന്നതെങ്കിൽ അങ്ങനെ തന്നെ ഓടിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ മൈൻഡ് തോന്നുന്നത് ഇവിടെ ഒന്ന് തേടിട്ട് കൊടുത്തേക്കാം എന്ന് നിങ്ങൾക്ക് എപ്പോൾ തോന്നുന്നോ അപ്പം നിങ്ങൾക്ക് ആത്മവിശ്വാസം വന്നു എന്നുള്ളതാണ്. ആ സമയത്ത് മാത്രം തേടിയിടുക. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് തേർഡ് ഗിയറിലേക്ക് ഇടാൻ കഴിയും. ഇപ്പം നിങ്ങൾ നോക്കിയേ, സെക്കൻഡ് ഗിയറിൽ ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒരു റോഡിൽ വരുന്നു, ഒരു ജംഗ്ഷനിൽ വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രേക്കിലേക്ക് മെല്ലെ വന്ന് വണ്ടി സ്ലോ ചെയ്യുന്നു, റൈറ്റ് സൈഡ് നോക്കുന്നു, വണ്ടിയില്ല, ലെഫ്റ്റ് സൈഡ് നോക്കുന്നു, വണ്ടിയില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗ് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ വരുന്നു. എന്നിങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് ഇനി ഇവിടെ റോഡ് ഇച്ചിരി സ്ട്രെയിറ്റ് ആയി, ഒന്ന് തേർഡ് കൊടുത്താലോ എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ, റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം സ്റ്റിയറിംഗ് ബാലൻസിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ശ്രദ്ധ കൊടുത്തിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകണം. ഏകദേശം ഒരു 30 കിലോമീറ്റർ വേഗത, ഓർക്കുക 30 കിലോമീറ്റർ വേഗത നൽകിയിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുക, ക്ലച്ച് പിടിക്കുക, പെട്ടെന്ന് തേടിടുക, ക്ലച്ച് നയിക്കുക. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, ആക്സിലറേഷൻ കൊടുത്ത് നിങ്ങൾ വാഹനം ഇങ്ങനെ ഓടിച്ചു പോകാനായിട്ട് ശ്രമിക്കുക, കേട്ടോ. അപ്പം നിങ്ങളുടെ കോൺഫിഡൻസ് മനസ്സിലാക്കിക്കൊണ്ട് സ്വയമായിട്ട് നിങ്ങൾ ഗിയറിനെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ പെട്ടെന്ന് ഗിയർ ഇടാനായിട്ട് ശ്രമിക്കരുത്. ഓക്കെ, ഇപ്പം ഞാൻ തേടി പോവാണ്. ഓക്കെ, ഇങ്ങനെ തേടിൽ നിങ്ങൾ പോവുക. ഇങ്ങനെ പോകുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യണം, ഫോർത്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് എപ്പോഴാണോ ലഭിക്കുന്നത് ആ സമയത്ത് മാത്രം ഫോർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, തേർഡ് ഗിയർ തന്നെ ഓടിച്ചു പോകാനായിട്ട് ശ്രമിക്കണം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആത്മധൈര്യം ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് പല ആൾക്കാർക്കും പേടി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, ഇത്തരത്തിൽ തേടിലൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്നൊന്ന് സെക്കൻഡ് കൊടുക്കണം. അതെപ്പോഴാണെന്ന് പല ആൾക്കാർക്കും മനസ്സിലാകാറില്ല. അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. സെക്കൻഡ് കൊടുക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതുപോലെ ഒരു തേർഡ് ഗിയറിൽ ഒരു സ്ട്രെയിറ്റ് റോഡിൽ വരുന്നു, മുന്നിലൊരു കയറ്റമോ മുന്നിലൊരു വളവോ ഒക്കെ വരുന്നു, നമ്മുടെ വണ്ടി ഒരു സ്ട്രെയിറ്റ് റോഡ് മാറി, അങ്ങനെയുള്ള സിറ്റുവേഷനാണ് സെക്കൻഡ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ മുന്നിലൊരു കയറ്റം വന്നു, അപ്പോൾ എന്ത് ചെയ്തു, അതെനിക്ക് മനസ്സിലാക്കിയിട്ട് നേരത്തെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, അല്ലാതെ നമ്മുടെ വണ്ടി മടുത്തിട്ടല്ല നമ്മൾ സെക്കൻഡിലേക്ക് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ വന്നു, നേരത്തെ ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കാരണം എന്താണ്, ജംഗ്ഷനാണ്, ഇവിടെ എൻ്റെ വണ്ടി സ്ലോ ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് ജസ്റ്റ് ക്ലച്ച് നയിച്ച് ആക്സിലറേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നേരത്തെ റോഡ് മനസ്സിലാക്കിയിട്ട് നേരത്തെ അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് തെറ്റത്തുമില്ല, വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഇനി ഗിയർ ഇട്ട് കഴിയുമ്പോൾ വണ്ടി ഓഫായി പോകുമോ എന്നുള്ള പേടി മാറി നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുക. പിന്നെ എപ്പോഴും ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഫ്രണ്ടിലേക്ക് നമ്മൾ നോക്കുന്ന സെയിം രീതിയിൽ ബാക്ക് സൈഡ് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി അതുപോലെ ഒരു കാര്യം കൂടെ, നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. ഇപ്പം ഞാനിവിടെ വാഹനം നിർത്തുവാണ്, നിങ്ങൾ നോക്കിക്കേ, ബ്രേക്കിൽ വന്ന് ക്ലച്ച് ചവിട്ടി വണ്ടി നിർത്തി. നിങ്ങൾ വാഹനം പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഒരു വാഹനത്തെ
പെട്ടെന്ന് എടുക്കാനും പെട്ടെന്ന് നിർത്താനും പഠിക്കണം. നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിർത്തണം. പല ആൾക്കാർ നിർത്തിയൊക്കെ വരുമ്പോൾ വണ്ടി ഉദ്ദേശിക്കുന്ന സ്ഥലത്തു നിന്ന് മുന്നോട്ട് പോകും. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ഹാഫ് ക്ലച്ചിന് പോയിന്റ് വന്ന് നിൽക്കുക. ഞാൻ പറഞ്ഞല്ലോ വണ്ടി എടുക്കാനായിട്ട് ഹാഫ് ക്ലച്ചിന് പോയിന്റ് വന്ന് നിൽക്കുന്നു, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്നു. വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ക്ലച്ച് ചവിട്ടുന്നു, ബ്രേക്കിലേക്ക് വരുന്നു. കണ്ടോ? എന്നിട്ട് വീണ്ടും വണ്ടി എടുക്കണം, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്നു. വണ്ടി നിർത്തണമെങ്കിൽ ക്ലച്ച് ചവിട്ടുന്നു, ബ്രേക്കിലേക്ക് വരുന്നു. കണ്ടോ? വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു, ആക്സിലറേഷൻ കൊടുക്കുന്നു, വണ്ടി എടുക്കുന്നു, വണ്ടി നിർത്തുന്നു. കണ്ടോ? അപ്പോൾ ഇത് നിങ്ങൾ കുറേ അധികം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് വരും. പെട്ടെന്ന് എനിക്ക് വണ്ടി നിർത്താൻ കഴിയുന്നുണ്ട്, പെട്ടെന്ന് എനിക്ക് വണ്ടി എടുക്കാൻ കഴിയുന്നുണ്ട്. അത് വലിയ ഡ്രൈവിങ്ങിൽ ഒരുപാട് കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, കയറ്റത്ത് വാഹനം എടുത്ത് പ്രാക്ടീസ് ചെയ്യണം. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ചെറിയ സ്ലോപ്പിൽ ചെന്നിട്ട് കയറ്റത്ത് എടുക്കാൻ പഠിക്കണം. എങ്ങനെയാണ് കയറ്റത്ത് എടുക്കേണ്ടത്? ബ്രേക്കിൽ കറക്റ്റായിട്ട് കാല് വെക്കുക. ബ്രേക്ക് എന്ന് വെച്ചാൽ വണ്ടി പുറകിലേക്ക് പോകും. കണ്ടോ? അപ്പോൾ ബ്രേക്കിൽ കാല് വെക്കുക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റ് വന്ന് റെഡി ആയിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ബാലൻസ് ചെയ്ത് വെക്കുക. കാല് അയക്കാൻ പാടില്ല. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ കയറ്റത്ത് എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? വീണ്ടും വണ്ടി കയറ്റത്ത് നിർത്തുക. എങ്ങനെ? ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വരിക. ആദ്യം ക്ലച്ച് ചവിട്ടുക, എന്നിട്ട് ബ്രേക്കിലേക്ക് വരിക. വീണ്ടും വണ്ടി എടുക്കുക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്ന് റെഡി ആയിട്ട് നിൽക്കുക, കാല് ഹാഫ് ക്ലച്ചിൽ ബാലൻസ് ചെയ്യുക, ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചെടുക്കുക. കണ്ടോ? അപ്പം ഇത് നിങ്ങൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് പ്രധാനമായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഒറ്റയ്ക്ക് ഓടിക്കാനായിട്ടുള്ള ധൈര്യം തീർച്ചയായിട്ടും ലഭിക്കും. ഇനി അതുപോലെ ഈ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളെയൊക്കെയാണ് പല ആൾക്കാർക്കും പേടി. സൈഡിലുള്ള വണ്ടിയെ തട്ടുമോ എന്നുള്ളൊരു പേടിയാണ് പല ആൾക്കാർക്കുള്ളത്. ആ പേടി മാറണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ സ്പീഡ് കുറച്ച് വാഹനം ഓടിക്കണം. അതായത് നിങ്ങൾക്ക് എത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കും, ആ സ്പീഡിൽ തുടക്കത്തിൽ ഓടിക്കുക. ആ സ്പീഡിൽ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഒരു ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലുമായിട്ട് വാഹനം ഓടിച്ചു പോകാനായിട്ട് കഴിയത്തുള്ളെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റിലും സെക്കൻഡിലും ആയിട്ട് തന്നെ നിങ്ങൾ തുടക്കത്തിൽ ഓടിക്കുക. നിങ്ങളുടെ കൂടെ ഒരു വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർ എപ്പോഴും കൂടെ ഉണ്ടാകുമല്ലോ. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ സ്വയമായിട്ടുള്ള ഐഡിയയിൽ വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കണം. സ്വയമായിട്ടുള്ള ഐഡിയയിൽ ഓടിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് തെളിയത്തുള്ളൂ. കാരണം എപ്പോഴും നിങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊരാൾ ഉണ്ടാകില്ല. അപ്പോൾ എന്ത് ചെയ്യണം? പഠിക്കുന്ന സമയത്ത് ഒരാളെ കൂട്ടത്തിലിരുത്തുക, അത്യാവശ്യ സമയങ്ങളിൽ ആളുടെ സഹായം തേടുക, എന്നിട്ട് സ്വയമായിട്ട് നിങ്ങളുടെ ഐഡിയയിൽ ഓടിക്കുക. ഗിയറിനെ കുറിച്ച് ഞാൻ പറഞ്ഞ രീതിയിൽ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, സ്പീഡ് കുറച്ച് ഓടിക്കുക, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 ദിവസത്തെ ഒരാളെ കൂട്ടത്തിലിരുത്തുക, അതിനുശേഷം പതിയെ സ്വയമായിട്ട് ഓടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടി മാറും. പിന്നെ നിങ്ങളത് ഡെയിലി ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഡ്രൈവിങ്ങിനെ മാറ്റിക്കഴിഞ്ഞാൽ മതി. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വണ്ടി ഓടിക്കാൻ കഴിയും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏക ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരിക്കലും വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ ആദ്യത്തെ ഒരു 30 ദിവസം കൊണ്ട് ഡ്രൈവിങ്ങിൽ എക്സ്പേർട്ട് ആർക്കും ആകാൻ കഴിയത്തില്ല. നമ്മൾ ഡ്രൈവിങ്ങിലുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറായിട്ട് മാറുന്നത് എപ്പോഴാണ്? നമ്മൾ വാഹനം എത്രത്തോളം നിരന്തരമായിട്ട് ഓടിക്കുന്നു. ആ നിരന്തരമായിട്ടുള്ള ഓടിയിലാണ് നമ്മൾ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് കുറേയധികം വർഷങ്ങളായി. അപ്പം ഞാനിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 18 കൊല്ലത്തോളം ആയിട്ടുണ്ട് ഞാനിപ്പോൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. അതായത് ചെറുപ്പത്തിൽ ഞാൻ പഠിച്ചതാണ്. അപ്പോൾ അത്രയും കൊല്ലത്തെ ആ ഒരു വാഹനം ഓടിച്ചതിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് നിലവിൽ എന്നിലുണ്ട്. പിന്നെ ഞാൻ ഇപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുകയും വാഹനം ഓടിക്കാനായിട്ട് എനിക്ക് കുറേ കൂടെ ആത്മധൈര്യവും തൻ്റെടവും ആ പേടിയില്ലായ്മയൊക്കെ എനിക്ക് ലഭിച്ചത് എങ്ങനെയാണ്? ഇത്രയും നാളത്തെ എൻ്റെ ഓടിയിൽ കൊണ്ടാണ്. അപ്പം നിങ്ങളും അതേ രീതിയിൽ 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലമൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ നന്നായിട്ട് തെളിയും. അങ്ങനെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ തെളിയത്തുള്ളൂ. ഏതൊരാളും അങ്ങനെ തെളിയത്തുള്ളൂ. ആ തിരിച്ചറിവും കൂടെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഹനം ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇപ്പം ഞാൻ വാഹനം വളരെ സ്ലോ ആയിട്ടാണ് ഓടിച്ചു പോകുന്നത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതുകൊണ്ടാണ് പതിയെ ഓടിച്ചു പോകുന്നത്. അപ്പം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.